നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം 2 യൂണിറ്റ് പഠിച്ചു തീർത്തു. അടുത്ത 3-ാമത്തെ യൂണിറ്റാണ്. ഓർക്കുക, ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പുൽബനീദീമാം ടി വി പക്ഷിയോർ ദീമക്, അതോടൊപ്പം തന്നെ ഗാന്ധി കൈസേബിനെ ജിസ്ഗലീമിയുമായി രക്താഹും, ഇങ്ങനെയുള്ള പാഠങ്ങൾ മൊത്തം പഠിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞെടുത്ത് നോക്കണേ 3-ാമത്തെ യൂണിറ്റിലേക്ക് വരുന്നു. 3-ാമത്തെ യൂണിറ്റിൽ ഒരു കുഞ്ഞ് ആവശ്യമായ ഒരു സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. നമുക്ക് നോക്കാടെ. ഏക്ക് ദാവത്തുമേം, ഒരു ദാവത്ത് എന്ന് പറഞ്ഞാൽ വിരുന്ന്, ഒരു വിരുന്നിൽ മുല്ലാൻ നസീറുദ്ദീൻ ദോനോം ഹാത്ത് സെ കാന കാരഹാദ. ഏക്ക് ദാവത്തുമേം, ഒരു വിരുന്നിൽ മുല്ല എന്ത് ചെയ്യുകയാണ്? മുല്ലയായ നസീറുദ്ദീൻ ദോനോം ഹാത്തോം സെ, രണ്ട് കൈകളും കൊണ്ട് കാനാകാരഹാദ, അപ്പോൾ എന്ത് ചെയ്യായിരുന്നു? ആഹാരം കഴിക്കുകയായിരുന്നു. എത്ര കൈ കൊണ്ട്? രണ്ട് കൈകളും കൊണ്ട് മുല്ലയായ നസീറുദ്ദീൻ എന്ത് ചെയ്യുന്നു? ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വിരുന്നിൽ. ആര്? നമ്മുടെ മുല്ലയായ നസീറുദ്ദീൻ എന്ത് ചെയ്യുന്നു? രണ്ട് കൈകളും കൊണ്ട് ആഹാരം കഴിക്കുകയാണ്. കിസിനെ ടോക്ക, ഇടയ്ക്ക് കയറി ഒരാൾ വന്നങ്ങ് ചോദിച്ചു. അയാൾ ഇടയ്ക്ക് കയറി ഇടപെട്ടു. എന്താണ് പറഞ്ഞത്? മുല്ല യഹ് ക്യാ കർ രഹേ ഹോ, മുല്ല ഇതെന്താണ് ചെയ്യുന്നത്? ദോനോ ഹാത്തോം സെ കാരഹേ ഹോ, എന്താ രണ്ട് കൈകൊണ്ടുമാണോ തിന്നുന്നത്? എന്താ രണ്ട് കൈകൊണ്ട് എന്തിനാണ് തിന്നുന്നതെന്ന് ചോദിച്ചു. ഒരാൾ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? മുല്ലയായ നസീറുദ്ദീൻ എന്ത് ചെയ്യായിരുന്നു? രണ്ട് കൈകൊണ്ട് ആഹാരം കഴിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എന്താണ് മുല്ല ഇത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, രണ്ട് കൈകളും കൊണ്ടാണോ, എന്തിനാണ് അങ്ങനെ ആഹാരം കഴിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മുല്ല പറഞ്ഞ മറുപടി നോക്കിയേ. തീസര ഹാത്ത് ജോ നഹീം ഹേ, മൂന്നാമത് ഒരു കൈ ഇല്ല, അതാണ് കാരണമെന്ന് പറഞ്ഞു. അതായത് അവിടെ എന്താണ് കാരണം? അവിടെ മൂന്നാമതൊരു കൈ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തത്? മൂന്ന് കൈ കൊണ്ടും കഴിച്ചേനെ. എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് കൈ കൊണ്ടുമായിട്ട് കഴിക്കുന്നു എന്ന് ആര് മറുപടി പറഞ്ഞു? മുല്ല എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തെ ഇതിൻ്റെ ബേസിൽ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കിക്കോ. അപ്പോൾ അതായത് എന്താണ്? നമുക്ക് രണ്ട് കൈ ഉണ്ടെങ്കിലും മൂന്നാമതൊരു കൈയും കൂടെ ഉണ്ടെങ്കിൽ അത് വെച്ച് തിന്നുമെന്ന് ആര് പറഞ്ഞു? മുല്ല പറഞ്ഞു. അതിൻ്റെ ബേസിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ എല്ലാം കിടക്കുന്നത്. ജീനെ കേലിയെ കിത്തിനെ ഹാത്തോങ്കി സെരൂരത്ത്, ജീവിക്കുന്നതിന് വേണ്ടി എത്ര കൈകളുടെ ആവശ്യമാണുള്ളത്? ജീവിക്കുന്നതിന് എത്ര കൈകളുടെ ആവശ്യമുണ്ട്? എത്ര കൈകളുടെ ആവശ്യമുണ്ട് നമുക്ക്? ഒരു കൈ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, നമ്മൾക്ക് രണ്ട് കൈയും രണ്ട് കാലും എല്ലാം ദൈവം തന്നിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാരെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ഒരു കാലുള്ളവൻ എന്തിന്ന്? ഒറ്റ കാലിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. രണ്ട് കൈ ഉള്ളതുകൊണ്ട് രണ്ട് കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഒരു കൈയാണ് എങ്കിലും ഒറ്റ കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്തേനെ. അപ്പോൾ മനുഷ്യന് ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് എന്ത് തന്നിട്ടുണ്ട്? രണ്ട് കിത്തനെ ഹാത്തോങ്കി ശരീരത്തെ, എത്ര കൈകൾ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച്, അതായത് രണ്ട് കൈകളാണ് തന്നിട്ടുള്ളത്. ദൈവം തന്നിരിക്കുന്ന രണ്ട് കൈകളാണെങ്കിൽ ആ രണ്ട് കൈകൾ എന്ത് ചെയ്യുക? അതിനായിട്ട് ഉപയോഗിക്കുക, ജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ക്യാ കഭി സോച്ചാ ഹേ, എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജോ ബിനാ ഹാത്ത് ജീനേക്കോ മസ്ബൂർ ഹേ, എന്താണ്? സോച്ചാ ഹേ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ചിന്തിച്ചിട്ടുണ്ടോ? ജോ ബിനാഹാത്ത്, ബിനാഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ ഇല്ലാതെ, അതായത് ഹാത്ത് കൂടാതെ, ജോ ബിനാഹാത്ത് കൈ ഇല്ലാതെ, ജീനേക്കോ മസ്ബൂർ ഹൈം, ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രണ്ട് കൈയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാകുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്ര കൈകളുണ്ട്? രണ്ട് കൈകളുണ്ട്. അപ്പോൾ ആ രണ്ട് കൈകൾ ഉണ്ട്, നിങ്ങൾക്ക് അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുമോ എന്നാണ് അവിടെ ഒരു ചോദ്യം. ഇവിടെ സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ വരദാനങ്ങൾ, അതായത് രണ്ട് കൈ രണ്ട് കാലും ഇതൊക്കെ തന്നിട്ടുണ്ട്, കണ്ണൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന വരദാനങ്ങളെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ശരിയായ രീതിയിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മറ്റൊരാൾക്ക് എന്ത് ചെയ്യരുത്, അത് കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ബേസിൽ നമുക്കൊരു പാഠം പഠിക്കാണ്ട് നോക്കണേ. ഇവിടെ പാഠത്തിൻ്റെ പേര് നംഗേ പൈർ. നംഗേ പൈർ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നംഗേ, നഗ്നമായ കാലുകൾ. നഗ്നമായ കാലുകൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ നിൽക്കുന്ന അവസ്ഥ, അതാണ് നംഗേ പൈർ എന്ന് പറഞ്ഞാൽ. നംഗേ പൈർ എന്ന് പറഞ്ഞാൽ നഗ്നമായ, പൈർ എന്ന് പറഞ്ഞാൽ കാല്, അതായത് കാലുകൾക്ക് എന്തുണ്ട്? നമ്മൾ ഉടുപ്പ് നിക്കർ ഇടും പോലെ കാലിലൊരു സാധനം നമ്മളിടും, ചെരുപ്പിടും. അപ്പോൾ ആ ചെരുപ്പില്ലാത്ത കാല് എന്നാണ് ഇവിടെ എന്താണ് അർത്ഥം. നംഗേ പൈർ, നഗ്നമായ കാല് എന്ന് പറഞ്ഞിരുന്നു. എഴുതിയത് നല്ല സൂപ്പർ ആളാണ്, വെങ്കടേഷ് മാഡ്ഗുൾക്കർ. ആരാണ് എഴുതിയത്? വെങ്കടേഷ് മാഡ്ഗുൾക്കർ എഴുതിയ നംഗേ പൈർ എന്ന എന്താണേ
കഹാനി. എന്താണ്? കഹാനി. അപ്പോൾ അവിടെ ഓർത്ത് വെച്ചേക്കണം, നംഗേ പൈർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കഹാനിയാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയത്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതൊരു പെൺകുട്ടി തന്നിരിക്കുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടി തന്നിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു കാലേ തന്നിട്ടുള്ളൂ. ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒരു ഊന്നുവടിയുടെ സഹായം കൊണ്ട് എന്ത് ചെയ്യുന്നു? നടക്കുന്നതായിട്ട് കാണുന്നു. കണ്ടോടെ ഇവിടെ കൊച്ചിൻ്റെ പേര്, നമ്മളെ കഥാനായികയുടെ പേരെന്ന് പറയുന്നത് ബേബി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇപ്പുറത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. ദേ ഒരു ആൾ എന്ത് ചെയ്യുന്നു? ചെരുപ്പില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. കയ്യിൽ എന്ത് ചെയ്യുന്നു? ഒരു ബാഗ് തൂക്കി, അപ്പുറ സൈഡിൽ ബാഗ് തൂക്കി ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അയാളുടെ കയ്യിൽ എന്തൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതായത് അവിടെ ഒരു പോസ്റ്റ്മാനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഇനി പാഠത്തിലേക്കൊന്ന് വരാം. നോക്കട്ടെ. ദുപഹർ കാ സമൈത. ദുപഹർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നേ? ഉച്ച സമയം. ദുപഹർ കാ സമൈത എന്ന് പറഞ്ഞാൽ ഉച്ച സമയം ആയിരുന്നു. बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. ഉച്ച സമയമായിരുന്നു. ബേബി എന്ത് ചെയ്തു? അപ്പിനെ പളങ്ക് പർ, തൻ്റെ പളങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ, തൻ്റെ കട്ടിലിൽ ബൈട്ടി ഇരുന്ന് കിഡ്കീസെ, കിഡ്കി ജന്നൽ, വിൻഡോയിലൂടെ ബാഹർ ദേക്ക് രഹീദി, ജന്നലിലൂടെ എന്ത് ചെയ്യുകയാണ്? പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ബേബി. അപ്പം ബേബി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരാണ്. ഉച്ച സമയമായിരുന്നു. ബേബി എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ പളങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ, കേട്ടടെ, ബെഡിൽ എന്ത് ബൈട്ടി ഇരുന്നു കൊണ്ട്, കിഡ്കീസെ ജന്നലിലൂടെ, ബാഹർ ദേക്ക് രഹീദി എവിടേക്ക് നോക്കുകയായിരുന്നു? പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. बीच हाल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. ബീച്ച് ഇതിനിടയിൽ, ഹാളുമേം ഹാളിൽ, രഘേ വെച്ചിരിക്കുന്ന, അതായത് ഹാളിൽ വെച്ചിരിക്കുന്ന, റേഡിയോമേം റേഡിയോ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. കാണാൻ പറ്റാത്ത സാധനമാണ്, കേൾക്കുക മാത്രമേ അതിലൂടെ പറ്റുള്ളൂ. സംഗീതം ആസ്വദിക്കാൻ അല്ലെങ്കിൽ അതിൽ വാർത്തകളൊക്കെ കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. അപ്പോൾ റേഡിയോയിൽ 12:30 ബജേക്ക്, 12:30 എന്ന് പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞാൽ 12, 12:30 എന്ന് പറഞ്ഞാൽ 12:30 മണിക്കുള്ള റെക്കോർഡ് ബജ് രഹേദേ, ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 12:30ക്കുള്ള എന്ത് കേൾക്കുകയാണ്? റെക്കോർഡ് കേൾക്കുകയാണ്. 12:30 അല്ല, ന്യൂസ് കേട്ടുകൊണ്ട് ഇരിക്കുക ആകുന്നു. ശാന്ത് മാഹോൾമേം ഗീതോങ്ക സുർ ഗൂഞ്ച് രഹേദ്. ശാന്തമായ മാഹോൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ചുറ്റുപാട്. ശാന്തമായ ആ ചുറ്റുപാടിൽ ഗീതോങ്കെ സുർ ഗൂഞ്ച് രഹേദ്, ഗീത പാട്ടങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അപ്പം എന്താണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരുന്നതെന്ന്? അപ്പോൾ എന്താണ് അർത്ഥം? മാഹോൾ രഹേ ഗീതോങ്ക സുർ, പാട്ടിൻ്റെ അല എന്ത് ചെയ്തു? മുഴങ്ങുകയാണ്. അപ്പോൾ അവിടെ എന്ത് കേൾക്കുകയാണ്? റേഡിയോയിൽ പാട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുക, അതായത് പാട്ട് കേൾക്കുകയാണ് എന്ന് അർത്ഥം. അപ്പം നോക്കട്ടെ ബാക്കി. അതായത് ഉച്ച സമയമായിരുന്നു. ബേബി എന്ത് ചെയ്യുന്നു? കട്ടിലിരുന്നു കൊണ്ട് കട്ടിലിരുന്നു കൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ എന്ത് നടക്കുന്നുണ്ട്? ബീച്ചുമേ, അതായത് ഹാളിൽ വെച്ചിരിക്കുന്ന റേഡിയോയിലൂടെ എന്ത് ചെയ്യുന്നു? 12:30 ബജെ 12:30 മണിക്കുള്ള റെക്കോർഡ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശാന്ത് മാഹോൾമേം, ശാന്തമായ അന്തരീക്ഷത്തിൽ, ഗീതോങ്കെ സുർ ഗൂഞ്ച് രഹേദേ, ഗീതം എന്ന് പറഞ്ഞാൽ പാട്ടിൻ എന്ത് ചെയ്യുന്നു? അലയടിക്കുന്നു അല്ലെങ്കിൽ മുഴങ്ങി കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് ഇട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് ഇട്ടിരിക്കുന്നു. റേഡിയോയിൽ എന്തിട്ടിരിക്കുന്നു? പാട്ട് ഇട്ടിരിക്കുന്നു. സാമനേക്ക ബന്ദ് ഫാടക് കോൽക്കർ പോസ്റ്റ്മാൻ ഫീത്തറായ, സാമനേക്ക് അതായത് വീട്ടിന് മുന്നിലെ, ഫാടക് ഗേറ്റ് തുറന്ന്, കോൽക്കർ തുറന്ന്, ഫാടക് ഗേറ്റ് ഓപ്പൺ ആക്കി, പോസ്റ്റ്മാൻ ഫീത്തറായ പോസ്റ്റ്മാൻ എവിടേക്ക് വന്നു? അകത്തേക്ക് വന്നു. അഹാത്തേക്ക് ബജരി പർ ഉസ്കി ആഹട്ട് സുനായിതി. അഹാത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന, അതായത് ഗേറ്റ് മുതൽ എന്നിട്ട് വീടിൻ്റെ സിറ്റ് ഔട്ട് ഫ്രണ്ടൊക്കെ അതുവരെ ഉള്ള എന്താണ്? ബജരി പർ, ബജരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചല്ലി അല്ലെങ്കിൽ ചരൽ, ഉപ്പർ ഉസ്കി ആഹട്ട് സുനായിതി. അപ്പോൾ എന്ത് ചെയ്തു? ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ അകത്തേക്ക് വരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? മുറ്റത്ത് കിടക്കുന്ന ചരലുകൾ, അതായത് അയാൾ വരുന്ന കാൽപാത, അതായത് സൗണ്ട് കേൾക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു. പോസ്റ്റ്മാൻ കി ആവാസ്, പോസ്റ്റ്മാൻ്റെ ശബ്ദം എന്താണ് കേട്ടത്? ഉസ്കെ കാനോമേ ആയി,
എന്ത് ചെയ്യുന്നു, അവളുടെ ഉസ്കെ കാനോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഉസ്കെ, ബേബിക്ക് കാനോമേം ആയി, അവളുടെ എന്ത് ചെയ്യുന്നു ചെവിയിൽ കേട്ടു. എന്താണ്, പോസ്റ്റ്മാൻ്റെ ശബ്ദം അവളുടെ കാതിൽ എന്ത് ചെയ്തു, മുഴങ്ങി കേട്ടു. എന്താണ് പറഞ്ഞത്, പോസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഫർഷ് पर टाक के गिरने की आवाज़ सुनाई नहीं दी. പക്ഷേ ഫർഷ് ഫർഷ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അതായത് എന്ത് ശബ്ദം എന്നറിയാവോ, ഈ പോസ്റ്റ് പേപ്പറൊക്കെ വലിച്ചെറിയുമ്പോഴുള്ള ശബ്ദമുണ്ട്. ആ ശബ്ദം ടാക്ക് കെ ഗിർനേക്ക്, അതായത് പോസ്റ്റ് എന്ത് ചെയ്തു, എടുത്ത് എറിഞ്ഞിട്ട് പോകുമ്പോഴുള്ള ശബ്ദം, ആ സമയത്ത് പോസ്റ്റ് താഴേക്ക് വീഴുമ്പോൾ ആ ശബ്ദം, ആവാസ ശബ്ദം സുനായി നഹിംതി, കേൾക്കുവാൻ കഴിഞ്ഞു. അതായത് പോസ്റ്റ് എന്നും പറഞ്ഞ് പോസ്റ്റുമായി എടുത്ത് എറിഞ്ഞിട്ട് പോയ ആ ശബ്ദം കേട്ടില്ല. പോസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞതുള്ളൂ, പക്ഷേ അയാൾ എന്ത് ചെയ്തില്ല, എടുത്ത് എറിഞ്ഞിട്ട് പോയ ശബ്ദം മാത്രം കേട്ടില്ല. ബേബി പീച്ചേ മുടി, ബേബി എന്ത് ചെയ്തു, പിന്നിലേക്കൊന്ന് നിവർന്ന് ഇരുന്നു, അതായത് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു. സംഭാലക്കർ ശ്രദ്ധയോടുകൂടി കെയർഫുള്ളായിട്ട് പളങ്ക് സെ ഉതരി, പളങ്ക് കട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങി. ഫിർ ബൈസാക്കിയോങ്കെ സഹാരെ, ബൈസാക്കി ഊന്നുവടി, ഇതേ കൈയിരിക്കുന്ന ഊന്നുവടിയുടെ സഹായത്തോടുകൂടി ഹെൽപ്പോടുകൂടി ഏക്കേക്ക് കഥം ചൽക്കർ, 1 by 1 സ്റ്റെപ്പ് എടുത്ത്, കഥം ചുവട് അല്ലെങ്കിൽ സ്റ്റെപ്പ്, 1 by 1 അതായത് ഓരോരോ ചുവടുകൾ വെച്ച് ദർവാസെ തക്കായി, എവിടെ എത്തി, ദർവാസെ വാതിൽ വരെ എത്തി. ബന്ദ് ദർവാസ കോൽനേമേം, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കുന്നതിൽ ഉസേ ദോടാ സമയിലേക, അവൾക്ക് കുറച്ച് സമയം എടുത്തു. കാര്യം ഒരു കാലല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവൾക്ക് കുറച്ച് സമയമെടുത്തു. ദർവാസെ വാതിലിൽ നിന്നും, ബാഹർ അവർ ഹാളുക്കോ പാർക്കർ, അവിടെ നിന്നും ദർവാസെ ബാഹർ വാതിൽ, ആ ഡോറിൽ നിന്ന് എന്ത് ചെയ്തോളൂ, പുറത്തേക്ക്, ഹാളുക്കോ പാർക്കർ ഹാളിലൂടെ ക്രോസ് ചെയ്ത്, ആകെ ആനേമേ ദേർലഗി, എവിടെ എത്തി, ഹാളിൽ എത്തണ്ടേ, സിറ്റ് ഔട്ട് വരെ എത്തുവാനായിട്ട് അവൾക്ക് എന്ത് ചെയ്തു, ഒരുപാട് സമയം എടുത്തു. വാഹ് ദർവാസെ പർ പഹൂഞ്ചി, അവൾ എവിടെ എത്തി, മെയിൻ ഡോറിൽ എത്തി. വഹാം ഹാത്തുമേം ടാക്ക് ലിയെ, അവിടെ എന്ത് ചെയ്തു, ടാക്ക് ലിയെ പോസ്റ്റും കൊണ്ട് എന്ത് ചെയ്യുന്നു, പോസ്റ്റ്മാൻ കടാതെ ആര് നിൽക്കുന്നു, പോസ്റ്റ്മാൻ നിൽക്കുകയാണ്. ഫർഷ് പർ ടാക്ക് ഫേങ്ക് കർ അഭി ഗയാ നഹീന്ദ, ഫർഷ് എന്നും പറഞ്ഞാൽ ലെറ്റർ എടുത്ത് വലിച്ചെറിയുന്ന ആ ശബ്ദം, ടാക്ക് ഫേങ്കർ, അതായത് അദ്ദേഹം വലിച്ചെറിഞ്ഞ് പോകുന്ന ആ ശബ്ദം കേട്ടില്ല. അയാൾ അവിടെ തന്നെ അതും കൊണ്ട് എന്താണ്, അഭി ഗയാനഹീന്ദ, അത് വിട്ടിട്ട് പോയില്ല. അതായത് പോസ്റ്റ് എന്നും പറഞ്ഞ് വിട്ടിട്ട് പോയ ആ ശബ്ദം എന്ത് ചെയ്യില്ല, അവൾ കേട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ അതും കൊണ്ട് നിൽക്കുകയാണ്. പോസ്റ്റ്മാൻ എന്ത് ചെയ്യാണ്, ആ പോസ്റ്റും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു, അതായത് ആ ലെറ്ററും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബേബി എന്ത് ചെയ്യുന്നു, 12:30 മണിക്ക് എന്ത് ചെയ്യുന്നു, റേഡിയോയിലൂടെ എന്ത് കേൾക്കുകയായിരുന്നു, പാട്ട് കേൾക്കുകയായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്ത്, ഗേറ്റ് തുറന്ന് ആര് വരികയാണ്, പോസ്റ്റ്മാൻ അകത്തേക്ക് വരുന്നു. അവൾ വളരെയധികം പാടുപെട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു, എവിടേക്ക് വന്നു, വെളിയിലേക്ക് പറഞ്ഞു. അതായത് അവളുടെ മുറിയിൽ നിന്നും നേരെ വരാന്തയിലൂടെ മുന്നോട്ട് പോയി അവൾ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലെ മെയിൻ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കാണാം ആര്, പോസ്റ്റ്മാൻ എന്തും കൊണ്ട് നിൽക്കുന്നു, പോസ്റ്റും കൊണ്ട് നിൽക്കുന്നു. സാധാരണ പോസ്റ്റ് എന്ന് പറഞ്ഞ് എടുത്ത് എറിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തില്ല, പോസ്റ്റ് എന്ന് പറഞ്ഞ് എടുത്ത് എറിഞ്ഞിട്ട് പോകാതെ പോസ്റ്റും കൊണ്ട് അവിടെ തന്നെ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. സീട്ടിയോങ്കെ ഊപ്പർ ഹോക്കർ, സീഡിയോം പടി, സ്റ്റെപ്പ്, അതായത് വീട്ടിൻ്റെ സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിന് മുകളിൽ ഉസിനെ ഹാത്ത് ബെടായ, പതുക്കെ അവിടെ കൈ വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് കൈ നീട്ടി, അതായത് പടിയുടെ മേളിൽ നിന്നുകൊണ്ട് അവൾ എന്ത് ചെയ്തു, കൈകൾ നീട്ടി, ഹാത്ത് ബെടായ, കൈകൾ നീട്ടി. ഉസിനെ ധ്യാൻ ദിയ, അവൾ ശ്രദ്ധിച്ചു, ധ്യാനത്തിനെ ശ്രദ്ധിക്കുക, അവൾ എന്ത് ശ്രദ്ധയോടുകൂടി ആളിനെ ഒന്ന് നോക്കി. ആജ് പോസ്റ്റ്മാൻ ദൂസരാഹി ഹേ, ഇന്ന് പോസ്റ്റ്മാൻ വേറെയാണ്. സദാക്ക വഹ് ദാടിവാല പോസ്റ്റ്മാൻ നഹീം ഹെ, എന്നും വരുന്ന പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ദാടിവാല താടിയൊക്കെ ഉള്ള ഒരു മനുഷ്യന് ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം അതല്ല, സദാ വരുന്ന, എപ്പോഴും വരുന്ന, എന്തല്ല, വഹ് ദാടിവാല, ആ ദാടിക്കാരനായ പോസ്റ്റ്മാൻ അല്ല എന്നും. ബച്ചോങ്കേസ് ചെഹരേ വാല എഹ് നയാ പോസ്റ്റ്, ഇതാണെങ്കിലോ ഹായ് കുട്ടികളെ പോലെയുള്ള എന്ത് ചെയ്യുന്നു, മുഖമുള്ള കുഞ്ഞു നല്ല പോസ്റ്റ്മാൻ, നല്ല സുന്ദര കട്ടപ്പനായ ഒരു പോസ്റ്റ്മാൻ. അപ്പോൾ അവിടെ ഓർക്കാം, മുമ്പത്തെ പോസ്റ്റ്മാൻ എങ്ങനെയാണ്, ഇപ്പോഴത്തെ നയാ പോസ്റ്റ്മാൻ എങ്ങനെയും ചിലപ്പം ചോദിക്കും. അപ്പം പുരാന പോസ്റ്റ്മാൻ എങ്ങനെയുള്ള ആളാണ്, പുരാന പോസ്റ്റ്മാൻ കൈസാഹേ. അപ്പം അങ്ങനെ സദാ അത് ദാടിവാല പോസ്റ്റ്മാൻ, അതാണ് പണ്ടത്തെ പോസ്റ്റ്മാൻ, പുരാന. നയാ പോസ്റ്റ്മാൻ എങ്ങനെയുടെ, നയാ പോസ്റ്റ്മാൻ ആകുമ്പോഴത്തേക്ക് ബച്ചോങ്കേസെ ചെഹരേവാല ഉസ് എഹ് നയാ പോസ്റ്റ്, ഇതാകുമ്പോൾ കുട്ടികളെ പോലെ മുഖമുള്ള പോസ്റ്റ്മാൻ. ഉസിനെ ഏക്ക് നസർ ബേബിക്ക് പൈരോങ്കി ഓർത്തേക്കാം, ആ പോസ്റ്റ്മാൻ എന്ത് ചെയ്ത് അവളുടെ കാലുകളിലേക്കൊന്ന് നോക്കി. ഉസേ ഷായദ് ദക്കാസ ലഗ, ഉസേ
അയാൾക്ക് ഷായത് ഒരു പക്ഷേ ദക്കാസാലക ദക്കാലകാന എന്ന് പറഞ്ഞാൽ ഞെട്ടുക, അയാൾ ചിലപ്പോൾ ഞെട്ടിക്കാണും, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ട് കാണും, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ട് കാണും. ഉസിനെ ടാക്ക് ബേബിക്ക് ഹാത്തുമേ ദേദി, അയാൾ എന്ത് ചെയ്തു, ആ പോസ്റ്റ് ആരുടെ കയ്യിലേക്ക്, ബേബിയുടെ കൈകളിലേക്ക് നീട്ടി അല്ലെങ്കിൽ കൊടുത്തു. ബൂട്ടെ പോസ്റ്റ്മാൻ की तरह इस पोस्टमैन ने उससे कोई बात न की, അതായത് എന്താണ് പറഞ്ഞേക്കുന്നത്, ബൂട്ടെ പോസ്റ്റ്മാൻ നേരത്തെ ഉണ്ടായിരുന്ന താടിക്കാരനായ പോസ്റ്റ്മാനെ പോലെ ഇസ് പോസ്റ്റ്മാനെ, ഈ പോസ്റ്റ്മാൻ, അപ്പോൾ മുമ്പത്തെ പോസ്റ്റ്മാൻ എങ്ങനെയാണ്, ബൂട്ട എന്നുള്ള കാര്യം ഓർത്തണം, ദാടിവാല മാത്രമല്ല ബൂട്ടാവാല എന്നും കൂടെ ഓർത്തണം. അപ്പം ബൂട്ടെ പോസ്റ്റ്മാൻ കീ തരഹ്, മുമ്പത്തെ വയസ്സായ പോസ്റ്റ്മാനെ പോലെ ഇസ് പോസ്റ്റ്മാനെ, ഈ പോസ്റ്റ്മാൻ ഉസ് സേ, അവളോട് കൊയ് ബാത്ത് നക്കി, ഒരു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. മാംകെ ഹാത്തുമേം, അമ്മയുടെ കൈകളിൽ ടാക്ക് ദേക്കർ, പോസ്റ്റ് നൽകിയിട്ട് ബേബി പീച്ചേക്ക് ഓർ മുടി, ബേബി എന്ത് ചെയ്യുന്നു, പിന്നിലേക്കൊന്ന് തിരിഞ്ഞ് അവർ ബെഡി കുർസി പർ, അവിടുത്തെ വലിയ കസേരയിൽ ബൈഠുകർ, ഇരുന്ന് ബോലി പറഞ്ഞു, മാം ആജിക്ക പോസ്റ്റ്മാൻ നയാധ, അമ്മേ ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയതാണ്, അതായത് ഇന്ന് പുതിയ പോസ്റ്റ്മാൻ ആണ്. തോ ഇസ്മേ ആശ്ചര്യക്ക് കോൺസി ബാത്ത് ഹേ ബദൽ ഗയാ ഹോഗ, എന്ത് ചെയ്യുന്നു, അപ്പോൾ അമ്മ പറഞ്ഞു കാണും, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇസ്മേ ആശ്ചര്യക്ക് കോൺസി ബാത്ത്, ഇതിൽ ആശ്ചര്യപ്പെടാനുള്ള കാര്യം എന്താണ്, ബദൽ ഗയാ ഹോഗ, എന്തുണ്ടാവും, മാറി കാണും, മാറ്റം വന്ന് കാണും, ചിലപ്പോൾ പഴയ ആൾ മാറി പുതിയ ആൾ വന്ന് കാണും, അതിൽ നീ ഇത്ര ആശ്ചര്യപ്പെടാൻ എന്താണ് കാര്യമെന്ന് ആര് ചോദിച്ചു, അമ്മ ചോദിച്ചു. മക്കളെ ഇപ്പോൾ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബിയുടെ അമ്മ പറഞ്ഞു, മക്കളെ പോസ്റ്റ്മാൻ എന്ന ഒരാൾ തന്നെ ആയിരിക്കണമെന്നില്ല, വേണം ചിലപ്പോൾ മാറി കാണുമെന്ന് പറഞ്ഞു. ബേബിക്ക് മാംനെ, ബേബിയുടെ അമ്മ ബാലുമിത്രിക്ക നയ അങ്ക്, ബാലരമ പോലത്തെ ബാലമിത്ര, ബാലം എന്ന് പറഞ്ഞാൽ ബാലപാഠം, ബാലപാഠത്തിന് പുതിയ അങ്ക് എന്ന് പറഞ്ഞാൽ പുതിയ എഡിഷൻ എന്ത് ചെയ്തു, ബേബിക്ക് ആഞ്ചൽമേ, ബേബിയുടെ കൈകളിലേക്ക് രേഖ കൊടുത്തിട്ട് ഫിർ റേഡിയോ ബന്ദ് കർക്കെ, പിന്നീട് റേഡിയോ ഓഫ് ചെയ്ത് വഹ് അപ്പനെ കമരേമേം ചലികി, നേരെ ഇവിടെ പോയി, തൻ്റെ മുറിയിലേക്ക് പോയി ഇരുന്നു. ദൊബഹർമേം, ഉച്ച സമയങ്ങളിൽ ബേബിക്ക് ഹമേശ അകേലാപ്പൻ ലഗുത്താത, എപ്പോഴും എന്താണ്, ഒറ്റപ്പെടൽ, അകേലാപ്പൻ ഒറ്റയ്ക്കുള്ള പരിപാടി, അതായത് ഒറ്റപ്പെടലാണ് കാര്യം, ഉച്ച സമയമാകുമ്പോൾ അവൾ ഒറ്റയ്ക്കായി പോകും. വഹ് കിസ്കെ സാത്ത് ബാത് കരേം, അവൾ ആരോട് സംസാരിക്കാൻ, കിസ്കെ സാത്ത് ഹസേം, ആരോട് ചിരിക്കാൻ, ഏഹ് പ്രശ്ന സദാഹി ബനാരത്ത, ഈ ഒരു പ്രോബ്ലം അവൾ എപ്പോഴും ഉണ്ടായിരുന്നു. ഐസേഹി സമയമേം, ഈ സമയങ്ങളിലെല്ലാം വഹ് ബൂട്ട പോസ്റ്റ്മാൻ ആ ജായ കർത്ത, ആ സമയങ്ങൾ അവൾ ഉച്ച സമയത്ത് ആരോടെയും മിണ്ടാതെ സംസാരിക്കാതിരിക്കുന്ന ആ സമയത്ത് ആണ് ആര് വരുന്ന, ആ വയസ്സായ പണ്ടത്തെ പോസ്റ്റ്മാൻ അവിടേക്ക് വന്നും പോയും നിൽക്കും. ആ പോസ്റ്റ്മാൻ വരുന്നു, പോസ്റ്റും കൊടുത്ത് കുറച്ച് അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോകുമായിരുന്നു. വഹ് ഹമേഷാഹി, അവൾ എപ്പോഴത്തെയും പോലെ ജൽദീമേ രഹത്ത, പെട്ടെന്ന് തന്നെ, അവൾ ഒത്തിരി വെപ്രാളത്തിൽ ആയിരുന്നു. ഫിർഫി, എന്നിട്ടും കഫി ഗിഡ്കി തക്ക് ജാക്കർ ടാക്ക് ദേത്താൻ, അയാൾ എപ്പോഴും എന്താണ്, പെട്ടെന്ന് വെപ്രാളത്തിൽ വരുന്നു, പോസ്റ്റ് തന്നിട്ട് ജന്നലിൽ കൂടെ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തന്നിട്ട്, ജന്നലുണ്ടെങ്കിൽ ജന്നലിൽ കൂടെ അവൾ പുറത്തോട്ട് നോക്കിയിരിക്കുമെന്ന് പറഞ്ഞു, അപ്പോൾ ജന്നലിൽ കൂടെ പോസ്റ്റ് തന്നിട്ട് അങ്ങ് അയാൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പോകും. കൊയ്നെ പരിചിതായ ദേക്കർ ബേബിക്കു അച്ഛാ ലഗുതായ, എന്ത് ചെയ്യുന്നു, അവൾക്ക് വളരെ നല്ലതാണ്. കൊയ്യ് പരിചിതായ, ഏതെങ്കിലും ഒരു പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലും വരികയാണെങ്കിൽ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണ്ടേ, അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കാം. ഇസ്കേ ബാദ് തീസരേ ദിൻ പോസ്റ്റ്മാൻ കി ആവാസായി, ഇതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഫിർ, വീണ്ടും പോസ്റ്റ്മാൻ കി ആവാസ്, പോസ്റ്റ്മാൻ്റെ ശബ്ദം വീണ്ടും വന്നു. അതായത് വീണ്ടും പോസ്റ്റ് എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, പോസ്റ്റ്മാൻ മൂന്നാമത്തെ ദിവസം, ഒന്നാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എന്ത് പോസ്റ്റ്മാൻ വീണ്ടും വന്നു. ടാക്ക് ഗിർനേക്ക് ആവാസ് നെഹി സുനായി, പോസ്റ്റ് വീഴുന്ന ശബ്ദമൊന്നും കേട്ടില്ല, അതിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞിട്ട് പോയ ആ ശബ്ദമൊന്നും കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തേമേ ആയി, അവൾ പതുക്കെ നടന്ന് എവിടെ എത്തി, പതുക്കെ ഉന്തി എന്താണ് വൈസാക്കി, അതായത് ഊന്നുവടിയുടെ സഹായം കൊണ്ട് അവൾ എവിടെ എത്തി, അഹാത്തേമയും ആയി, ആ വരാന്തയിൽ എത്തിച്ചേർന്നു. പോസ്റ്റ്മാൻ അഭി കടാത, പോസ്റ്റ്മാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ബേബിക്ക് ഈ ഓർ ദേക്കർ വഹ് മുസ്കുരായ, ബേബിയെ കണ്ട അയാളൊന്ന് ചിരിച്ചു. ബേബി ഫി ഹസി, ബേബിയും ചിരിച്ചു. ടാക്കിലേക്കർ ബേബീനെ പൂച്ച, ടാക്കിലേക്കർ അതായത് പോസ്റ്റ് മേടിച്ചതിന് ശേഷം അവൾ ചോദിച്ചു ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ ജി, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ, അത് പോസ്റ്റ്മാനോട് ചോദിച്ചു, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ, ജി ഹാം, അതേ മേഡം, അതേ കുഞ്ഞേ എന്നാണ് പറഞ്ഞത്. ടാക്ക് ഫേങ്കർ തും ചലേ ജായ കരോ,
എന്താണ്, നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് പൊക്കോളൂ, അതായത് പോസ്റ്റ് എവിടെ എന്ത് ചെയ്താൽ ഇവിടെ അങ്ങ് ഇട്ടിട്ട് അങ്ങ് എറിഞ്ഞിട്ടങ്ങ് പൊക്കോളൂ. മുച്ച് ആനേമേ ദേർ ലഗത്തി, എനിക്ക് വന്ന് മേടിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്ന് ആര് പറഞ്ഞു? ബേബി പോസ്റ്റ്മാനോട്, പുതിയ പോസ്റ്റ്മാനോട് പറഞ്ഞു. മറ്റേ പോസ്റ്റ്മാനാണെങ്കിൽ ആ ജനലിൽ കൂടെ കൊണ്ടങ്ങ് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയേനെ. ഇത് നോക്കിയേ, പോസ്റ്റ്മാനെ ബേബിക്ക് പൈരോങ്കി ഓർ ദേക്ക, പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്കൊന്ന് നോക്കി. അവർ ദേർ തക്ക് മൗനിനഹ, അയ്യോ ഒരുപാട് തരം മിണ്ടാതെ നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാനെ പയർ ക്യോം നഹീന്തിയെ, അയ്യോ ഈ പെൺകുട്ടിക്ക് ഭഗവാൻ ദൈവം എന്തുകൊണ്ടാണ് കാലുകൾ നൽകാഞ്ഞത്? ഐസ ഷായദ് ഉസേ ലഗ ഹോഗ, ഐസ ഇതുപോലെ, ഷായത് ഒരു പക്ഷേ, ഉസേ ലഗാ ഹോഗ അയാൾ വിചാരിച്ച് കാണും, വഹ് കുച്ച് ബോലാനഹി അയാൾ ഒന്നും തന്നെ പറഞ്ഞില്ല, പർ ഉസ്കി ആങ്കോം സെ കുച്ച് യഹി ഭാവ് ചലക, പക്ഷേ ഉസ്കി ആങ്കോം സെ അവളുടെ കണ്ണുകളിലൂടെ, കുച്ച് യഹി ഭാവ് അയാളുടെ കണ്ണുകളിലൂടെ ഈ ഒരു ഭാവമാണ് വന്നത്. ആരുടെ കണ്ണുകളുടെ? പോസ്റ്റ്മാൻ്റെ കണ്ണിൽ. പോസ്റ്റ്മാൻ അവളെ നോക്കി ഒന്നും പറഞ്ഞില്ല, പക്ഷേ അയാളുടെ കണ്ണുകൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അയാളുടെ മനസ്സിൽ എന്ത്, അയ്യോ ദൈവം എന്തിനാ എന്തോ ഈ പെങ്കൊച്ചിന് എന്ത് കാലില്ലാതെ കൊടുത്തതെന്ന് ചിന്തിച്ച് കാണുമെന്ന് എന്ത് ചെയ്തു പറയുകയാണ്. ഉസിനെ ബഹുത് ഹി കോമൾ തഥാ ദബി ആവാസ്മേം കഹ, അയാൾ എന്ത് ചെയ്തു, വളരെ കോമളവും അതോടൊപ്പം ദബി ആവാസ് ഒരു പതുക്കെ നല്ല സുന്ദരമായ ശബ്ദത്തോടു കൂടി പറഞ്ഞു, ലഗിനെ ദോ ബഹിൻ, ഇത് മേടിച്ചോളൂ മകളെ, പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസുക്കി ടാക്ക് കോ ജിസ് തിസുക്കി ഹാത്തുമേ സൗമ്പിനെ കാഹെ അഹത്യമേ ഫേങ്കിനേക്കോ നഹി. പോസ്റ്റ്മാൻ പറയുകയാണ്, പോസ്റ്റ്മാൻ കാ കാം, മോളെ പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് ജിസ് തിസുക്കി ടാക്കുകോ, ഏതൊരുത്തരുടെ പോസ്റ്റാണോ, അതായത് പോസ്റ്റ് ആരുടേതാണോ, ജിസ് തിസുക്കെ ഹാത്തുമേം ആ പറഞ്ഞ ആൾക്കാരുടെ ആരുടെ പോസ്റ്റാണോ ആ അവരുടെ കയ്യിൽ തന്നെ, ഹാത്തുമേം കൈകളിൽ തന്നെ, സൗമ്പിനേക്ക ഏൽപ്പിക്കണം, അഹാത്തേമേം ഫേങ്കിനേക്ക നഹീം അത് വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ളത് അല്ല. ആര് പറഞ്ഞത്? പോസ്റ്റ്മാൻ പറഞ്ഞു. അപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞ ആ നിയമം നോക്കട്ടെ. പോസ്റ്റ്മാൻ പറയുകയാണ്, ഒരു പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് ഏതൊരുവൻ്റെ കത്താണോ അത് അവൻ്റെ കൈകളിൽ തന്നെ കൊടുക്കണമെന്നും, അതല്ലാതെ വരാന്തയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ളതല്ല എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? പുതിയ പോസ്റ്റ്മാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അയാളുടെ ഡ്യൂട്ടിയെക്കുറിച്ചാണ് എന്ത് ചെയ്തേക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബാക്കി നോക്കിയിട്ട് മക്കളെ അവിടെ പറയുന്നു, ബോൾ വഹ് ബോൾ രഹാദ, അയാൾ പറയുകയാണ്, തബ് ബേബീനെ, അയാൾ പറഞ്ഞതാണ് എന്താണ്, പോസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ളതല്ല എന്ന് പറഞ്ഞു. തബ് ബേബീനെ ഉസ്കെ പൈരോങ്കി ഓർ ദേക്ക, തബ് അപ്പോൾ, ബേബി ഉസ്കെ പൈരോമിയും ആരുടെ? പോസ്റ്റ്മാൻ്റെ കാലുകളിലേക്കൊന്ന് നോക്കി. കിത്തിനെ മസ്ബൂത്ത് അവർ ഗോൾ, ഹായ് എന്ത് സുന്ദരമായ, മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടും ഗോൾ റൗണ്ടായിട്ടുമുള്ള അടിപൊളി കാലുകൾ. ഇസ് പോസ്റ്റ്മാൻ കെ കിത്തനെ അച്ചേതേ, ഇയാളുടെ കാല്, പോസ്റ്റ്മാൻ കെ പയർ ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ, കിത്തനെ അച്ചേതേ എന്തു മനോഹരമാണ്. അചാനക് ബേബിക്ക് ധ്യാൻമേം ആയാക്കി, പെട്ടെന്ന് ബേബിയുടെ ശ്രദ്ധ ആയാക്കി വന്നു, കി എവിടെ, അച്ചേ പയർ നങ്കേഹയും അയാളുടെ കാലുകളിലേക്ക് വന്നു. അയ്യോ ആ കാലിൽ എന്തില്ല, നങ്കേ പയർ നങ്കേഹയും ചെരുപ്പില്ല, കാലിൽ എന്താണ്, നഗ്നപാതനായ അയാൾ നടക്കുകയാണ്. ഇസിനെ പൈരോമേം കുച്ച് പഹ്ന ക്യൂം നഹിയും, അയ്യോ ഈ പോസ്റ്റ്മാൻ എന്താന്തോ കാലിൽ ചെരുപ്പൊന്നും ഇടാതെ നടക്കുന്നത് എന്തായിരിക്കുമെന്ന് അവൾ ചോദിക്കുകയാണ്. പോസ്റ്റ്മാൻ ലൗട്ടുകയാണ്, പോസ്റ്റ്മാൻ തിരിച്ചുപോയി. സുന്ദർ പഗ് ദർത്തേ ഹുയെ ചലാകെ, അയാൾ മനോഹരമായിട്ട് സ്റ്റെപ്പും വെച്ച് അയാളെ പാട്ടിന് പോയി. ബേബീനെ സോച്ചാക്കി, പക്ഷെ ബേബി ചിന്തിച്ചു, കി എന്താണ്, കഥാചിത് ഉസ്കെ ജൂത്തെ ഫടുകയെ ഹോങ്കെ, കഥാചിത് ഒരു പക്ഷേ, ഉസ്കെ ജൂത്തെ അയാളുടെ ചെരുപ്പുകൾ, ഫടുകയെ ഹോങ്കെ ചിലപ്പോൾ എന്തെങ്കിലും വഴിയിൽ വന്നപ്പം പൊട്ടിപ്പോയാകാം, വേ മർമദ് ഹോക്കർ ആത്തേ ഹോങ്കെ അയാളല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ലല്ലോ, മറന്നിട്ട് വന്നേന്നും ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ അതായിരിക്കാം സംഭവിച്ചത്. ദോടി ദേർ കെ ലിയെ സഹി ഇസ് തർക്ക് സെ ബേബി കോ അച്ചാലക, ദോടി ദേർ കെ ലിയെ കുറേ നേരം വരെ, സഹി ഇത് തന്നെ ശരിയാണ്, ഇസ് തർക്ക് സെ ബേബി കോ അച്ചാലക അന്നാണ് ബേബി അതിൽ തീരുമാനിച്ചെന്നാണ്. അയാൾ മനഃപൂർവ്വം വന്നതായിരിക്കില്ല, ചെരുപ്പ് വരുന്ന വഴി പൊട്ടിപ്പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അയാൾ ചെരുപ്പില്ലാതെ വന്നത്. ടാക്ക് ലേക്കർ കുർസി പർ ബൈഠ് കി, നേരെ പോസ്റ്റും കൊണ്ട് എവിടേക്ക് വന്നിരുന്നു, കസേരയിൽ വന്നിരുന്നു.
പോസ്റ്റ്മാൻ കെ നംഗേ പയർ ഉസ്കെ മൻ സെ ധീരെ ധീരെ ചലേഗെ. പോസ്റ്റ്മാൻ്റെ ആ നഗ്നമായ കാലുകൾ ഉസ്കെ മന്മേം അവളുടെ മനസ്സിൽ ധീരെ ധീരെ ചലേഗെ പതുക്കെ പതുക്കെയാണ് അവളിൽ നിന്ന് എന്ത് ചെയ്തത്, വിട്ടുപോയത്. അതായത് അവൾ ആരെക്കുറിച്ച് തന്നെ ഓർത്തിരുന്നു, ആ പോസ്റ്റ്മാൻ്റെ നഗ്നമായ കാലുകളെ തന്നെ എന്ത് ചെയ്തിരുന്നു, ഓർത്തങ്ങനെ ഇരുന്നു.